ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മോൻ്റെ അകത്തിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശൻ മനോഹറിനോട് പറയുകയാണ്, മനോഹരെ, നിനക്കൊരു കാര്യം അറിയോ, ഞാൻ എൻ്റെ മകൻ്റെ കഴുത്ത് ഞെരിച്ച് കൊന്നു കിടഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരു തരി കുറ്റബോധം പോലും തോന്നിയില്ല. എനിക്കങ്ങനെ തോന്നേണ്ട കാര്യമില്ല. അവനെ കൊന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിന് വളരെയേറെ സമാധാനമാണ് തോന്നിയത് എന്നും പ്രകാശൻ ഇങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനോഹറിന് ഭയങ്കര ടെൻഷനും സങ്കടമൊക്കെ തോന്നുകയാണ്. കാരണം മക്കളെ സ്നേഹിച്ച് തുടങ്ങിയതേ ഉള്ളൂ പ്രകാശൻ. അതിനു മുമ്പ് തന്നെ ജില്ലയ്ക്ക് വന്നല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ പോലീസുകാർ പറയണ ആ സമയം കഴിഞ്ഞു, നീ ഏതായാലും ഇനി കൂടുതൽ ഡയലോഗ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സ്വന്തം മകനെ കഴിച്ചിരിച്ച് കൊന്നതല്ലേ, എന്തൊക്കെ കാരണമായാലും സ്വന്തം മകനെ കൊല്ലാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശിനെ വിളിച്ചുകൊണ്ട് നേരെ പോവുമായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ജയിൽ പുള്ളികളെല്ലാം മനോഹരടുത്ത് പറയണം, എന്താണ് മനോഹര ഇത്, ശത്രുക്കളെല്ലാം ഓരോന്നോരോന്നായി തീർന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ദേ നീ ഒരാളെ കൊന്നു, ദേ ഇപ്പോൾ ദേ സ്വന്തം അച്ഛൻ മകനെ കഴുത്തരിച്ച് കൊന്നിരിക്കുന്നു, ശത്രുക്കളെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മനോഹരം പറയുകയാണ്, അല്ലെങ്കിൽ അവൻ തീരണമല്ലോ, സ്വന്തം പെങ്ങന്മാരെ കൊല്ലാൻ പോയി അവന് ജീവിച്ചിരിക്കണോ, അവന് ഒരു തരി കുറ്റബോധം പോലും ഇവിടെ വെച്ച് ഒരേ കാര്യങ്ങൾ പറയുമ്പോഴും ഉണ്ടായിട്ടില്ല. എത്ര പ്രാവശ്യം അവന് സമയം കിട്ടിയതാണ് നന്നാവാനായിട്ട്, എന്നിട്ട് അവൻ നന്നായോ ഇല്ല, അപ്പോൾ അവൻ ഇത് തന്നെ കിട്ടണം എന്നും പറഞ്ഞുകൊണ്ട് മനോഹറും പോവാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയെയും അതേപോലെ തന്നെ കല്യാണിയാണ്. അപ്പോൾ മുത്തശ്ശിയും കല്യാണിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, ഏതായാലും പ്രകാശം വരുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കല്യാണി ഇരുന്ന് കരയാം. കാദംബരിയും അതേപോലെ തന്നെ കാർത്തികയ്ക്കും ഉണ്ട്. ഭയങ്കരമായിട്ട് ഇങ്ങനെ കരച്ചിലാണ്. മുത്തശ്ശി അറിയില്ല, അച്ഛൻ വരുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അതെ മുത്തശ്ശി, ഏതായാലും കുറച്ച് ഭക്ഷണമെങ്കിലും കഴിക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട മോളെ, എനിക്ക് ഭക്ഷണം ഇറങ്ങില്ല. കാരണം ആ ഒരു അവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണ്. എൻ്റെ പ്രകാശം ജയിലിൽ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കാനാണ്? അവനിവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് വളരെയേറെ ആശ്വാസം തോന്നും. എന്തായാലും എൻ്റെ മോനെ കൈവെള്ളയിൽ വെച്ച് വളർത്തിയ മകനാണ്. കൊഞ്ചിച്ചും താലോലിച്ചും അവൻ പറയുന്ന സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുത്തും ഒക്കെ വളർത്തിയ മകനാണ് ഈ വിക്രം. അവനെ പ്രകാശം തന്നെ കൊല്ലേണ്ട ഒരവസ്ഥ വന്നില്ലേ, ഒരച്ഛന്മാർക്കും ഈ ഒരു ഗതികേടുണ്ടാവല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ പറയാണ്. അപ്പോഴേക്കും കല്യാണി ഇരുന്ന് ഇങ്ങനെ കരച്ചിലാണ്. എന്ത് ചെയ്യാനാണ് മുത്തശ്ശി, അതെ അച്ഛൻ അങ്ങനെ ഒരു കാര്യം ചെയ്തു പോയി, പക്ഷെ ഒരിക്കലും വിചാരിച്ചില്ല അച്ഛൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഓർത്തിട്ട് എനിക്കിപ്പോഴും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല മുത്തശ്ശി എന്ന് പറയാം. അപ്പോഴേക്കും നമ്മുടെ കാദംബരി ആണെങ്കിൽ, അല്ലെങ്കിലും അവനങ്ങനെ ചെയ്തില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. കാരണം കല്യാണിയൊക്കെ എത്രയും നന്മ ചെയ്ത കൂട്ടത്തിലാണ്. കല്യാണിയും അതേപോലെ തന്നെ അമ്മയൊക്കെ ഒരുപാട് നന്മകളെല്ലാം ചെയ്ത കൂട്ടത്തിലാണ്. പിന്നെയും മറ്റുള്ളവരോട് പകയും വിദ്വേഷമായിട്ട് നടക്കുന്നത് ഞാനായിരുന്നില്ലേ? കല്യാണിയും കല്യാണിയുടെ അമ്മയൊക്കെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, എന്നിട്ട് പോലും അവൻ ഇവരെ വിടാൻ പോലും തയ്യാറായിരുന്നില്ല. സ്വന്തം അമ്മ മരിച്ചിട്ട് പോലും അവൻ കാണാൻ വന്നോ? അമ്മയോട് എത്ര ക്രൂരമായിട്ടാണ് അവൻ പെരുമാറിയിട്ടുള്ളത്. കോടതിയിൽ വെച്ച് അവൻ എന്തെല്ലാം അനാവശ്യങ്ങളാണ് അമ്മയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം അച്ഛന് ഓർമ്മ കാണും, അതുകൊണ്ടായിരിക്കും അച്ഛൻ ഇങ്ങനെ ഒരു നിലപാടെടുത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് നിങ്ങൾ പറഞ്ഞ ശരി തന്നെയാണ് മക്കളെ. അങ്ങനെ പ്രകാശൻ അവനോട് ക്ഷമിക്കാൻ തയ്യാറായില്ല. പ്രകാശൻ ഒരുപാട് കാലം പിടിച്ച് നോക്കിയിരുന്നു. എടാ നീ നന്നാവ്, നീ എന്തിനാണ് മറ്റുള്ളവരെ ദ്രോഹിക്കാനായിട്ട് നടക്കുന്നത്, നീ ഇനിയെങ്കിലും നന്നാവുമെന്ന് പല പ്രാവശ്യം കാലം പിടിച്ച് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതൊന്നും കേൾക്കാതെ ആയിക്കഴിഞ്ഞപ്പോഴായിരിക്കും സഹികെട്ട് പ്രകാശൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഒന്നും പറയാനായിട്ട് പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അതേ കിരൺ വന്നിറങ്ങുക. അപ്പോൾ കിരണെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മൂങ്ങാമുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത്. നമ്മുടെ പ്രകാശന് ഉണ്ട് എന്നാണ് അവിടെ നോക്കുന്നത്. പക്ഷേ പാവം പ്രകാശൻ അവിടെ ജയിലിൽ റിമാൻഡ് ചെയ്തു. അപ്പോൾ കല്യാണിയോട് പറയണം, മോളെ പ്രകാശനെ കാണുന്നില്ലല്ലോ, അപ്പോൾ പ്രകാശനെ ജയിലിൽ അടച്ചല്ലേ മോളെ, എന്താണെന്ന് നോക്കാം മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് ഈ അവർ രണ്ടുപേരും നോക്കിയിരിക്കുക. അപ്പോൾ കിരൺ കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും കിരണോട് ചോദിക്കുകയാണ്, മോനെ എന്താ പ്രകാശനെ കൊണ്ടുവരാതിരുന്നത്, നിങ്ങളോടൊപ്പം പ്രകാശൻ ഇല്ലല്ലോ എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ മുത്തശ്ശി അച്ഛനെ വിട്ടില്ല, അല്ല കുറേ തെളിവുകളെല്ലാം നിരത്തി, കുറേ നന്നായിട്ട് തന്നെയാണ് വാദിച്ചത്, നല്ല രീതിയിൽ തന്നെയാണ് വാദിച്ചത്. പക്ഷേ തെളിവുകളെല്ലാം അച്ഛനെതിരെയായതുകൊണ്ട് അച്ഛനെ ജയിലിലേക്ക് കൊണ്ടുപോയി. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു മുത്തശ്ശി, നമുക്ക് കൂടുതലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ,
എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ഇതിങ്ങനെ ഭയങ്കര കരച്ചിലാണ്. മുത്തശ്ശി കരയല്ലേ. പക്ഷേ അച്ഛൻ ജയിലിലേക്ക് അടച്ചിട്ട് പോലും അച്ഛനൊരു കുറ്റബോധം പോലും ഉണ്ടായിട്ടില്ല. കാരണം താൻ നല്ലൊരു കാര്യമാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെയാണ് അച്ഛൻ നേരെ ജയിലിലേക്ക് പോയത്. ആ അച്ഛൻ എന്നോടും പറഞ്ഞു, എനിക്കൊരു വിഷമവും ഇല്ല മക്കളെ, ഞാൻ ചെയ്തത് നല്ല കാര്യമാണ്, എൻ്റെ പെൺമക്കളെയാണ് ഞാൻ രക്ഷിച്ചിരിക്കുന്നത്, അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് കൂടുതൽ ദുഃഖിക്കുന്നത് എന്നൊക്കെയാ എന്നോട് പറഞ്ഞത് മുത്തശ്ശി. അപ്പോൾ പിന്നെ മുത്തശ്ശി ഈ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കില്ലേ? ഇല്ല, ഞാൻ ടെൻഷൻ അടിക്കുന്നില്ല. അല്ലെങ്കിൽ ഞാനെന്തിനാ ടെൻഷൻ അടിക്കുന്നത് അല്ലേ? പ്രകാശൻ നല്ലൊരു കാര്യമല്ലേ ചെയ്തിരിക്കുന്നത്. അവൻ്റെ 3 പെൺമക്കളെ രക്ഷിക്കാൻ വേണ്ടി മകനെ കൊന്നിട്ട് ജയിലിൽ പോയി. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണല്ലോ. അതിൽ ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എനിക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശി മനസ്സിലൊരുപാട് സങ്കടങ്ങളെല്ലാം ഒതുക്കി കൂട്ടി വെച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവിടെ പറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇതിനെയാണ്, അതായത് ശാരിയെ. അപ്പം ശാരി ആണെങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെ ന്യൂസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് സരയു കയറി വരുന്നത്. അപ്പോൾ സരയുവിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും, മോളെ നീ വന്നോ മോളെ, നീ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞായിരുന്നോ? രൂപയുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞായിരുന്നോ? രൂപേ ഹോസ്പിറ്റലാ, ലോ ബി കുറഞ്ഞു പോയി, ഇപ്പോൾ ICUലാണെന്നും പറയണം. അയ്യോ, എന്നിട്ട് വല്ല വിവരം അറിഞ്ഞോ? എന്ത് സംഭവിച്ചു? ഒരു വിവരവും അറിയില്ല. രൂപയ്ക്ക് എന്താണ് ഇങ്ങനെ പെട്ടെന്ന് സംഭവിച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ് മോളെ നടക്കുന്നത്? സ്വന്തം അച്ഛൻ തന്നെ മകൻ്റെ കഴുത്തറുത്ത് കൊന്നിരിക്കുന്നു. ഇത് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം തന്നെയല്ലേ മക്കളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, പക്ഷേ തീരെ നഷ്ടം സംഭവിച്ചത് അതെനിക്കാണ്. മോൾക്ക് എന്തിനാ തീരെ നഷ്ടം സംഭവിച്ചത്? എന്തു പറ്റി എന്നൊക്കെ എനിക്ക് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എനിക്കാണ് തീരനഷ്ടം സംഭവിച്ചത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവനൊരു ജോലി ഏൽപ്പിച്ചായിരുന്നു. പക്ഷേ ആ ജോലി ചെയ്തു തീർക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ പറഞ്ഞയച്ചു. ജോലിയോ? എന്ത് ജോലി? കല്യാണിയെ വക വരുത്താനുള്ള ജോലി. പക്ഷേ അത് ചെയ്യാനായിട്ട് അവൻ്റെ കയ്യിലേക്ക് ഞാനൊരു തോക്കും കൂടി കൊടുത്തതാ. പക്ഷേ അവൻ എല്ലാ ദൗത്യങ്ങളും പൂർത്തിയാക്കുമെന്നും പറഞ്ഞുകൊണ്ട് നിന്നതാ. ആ സമയത്താണ് അവൻ്റെ അച്ഛൻ അവനെ കൊലപ്പെടുത്തിയതെന്ന് പറയാ. ഇത് കേട്ട് ശാരിയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോവാണ്. മോളിത് എന്തൊക്കെയാണ് മോളെ ഈ കേൾക്കുന്നത്? പക്ഷെ ഞാൻ വിട്ടു കൊടുക്കില്ല അമ്മേ. കാരണം എന്താണെന്നറിയാവോ? കല്യാണിയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരട്. അതുകൊണ്ട് തന്നെ ഞാൻ കല്യാണിയെ കൊല്ലുക തന്നെ ചെയ്യും. എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടും അവളെ കൊല്ലാനായിട്ട് മോളെ. ഇപ്പം തന്നെ നമ്മൾ ഒരുപാട് പാപങ്ങളെല്ലാം ചെയ്തു കൂട്ടി മോളെ. അതിനിടയ്ക്ക് ഇങ്ങനൊരു കാര്യം കൂടി വേണോ? വേണ്ട മോളെ. നമുക്ക് വലിയൊരു ദുരന്തം തന്നെയായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇതിൽ കൂടുതൽ എന്ത് ദുരന്തം സംഭവിക്കാനായിട്ട് പോകുന്നത്? ഒരു ദുരന്തവും സംഭവിക്കില്ല. വരാനുള്ളതൊക്കെ നമ്മളെ തേടി വന്നു കഴിഞ്ഞല്ലോ. ഇനി എന്താ? പക്ഷേ കല്യാണിയെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല. എനിക്ക് കിരണിനെ സ്വന്തമാക്കണം. കല്യാണി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കിരൺ എനിക്ക് കിട്ടുമല്ലോ എന്നപ്പോഴേക്കും എനിക്ക് തോന്നുന്നില്ല മോളെ. കാരണം കല്യാണിയെ വിട്ടിട്ട് കിരൺ നിൻ്റെ അടുത്തേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കല്യാണം ജീവിച്ചിരിക്കുമ്പോഴല്ലേ. കല്യാണം മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിരണിൻ്റെ മുന്നിൽ കുറേ കാര്യങ്ങളുണ്ടാവും. കാരണം ഒന്ന് കിരണിൻ്റെ സ്വന്തം മോൻ, പിന്നെ എൻ്റെ മോള്, ഇവർക്ക് 2 പേർക്കും അച്ഛൻ വേണ്ടേ? അതുകൊണ്ട് തന്നെ എന്നെ കല്യാണം കഴിക്കും. അപ്പോൾ അമ്മയും അച്ഛനുമായി 2 മക്കൾക്കും. അപ്പം അതുകൊണ്ട് കിരൺ അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ കല്യാണിയെ കൊല്ലാൻ വേണ്ടി ഒരുമ്പിട്ടിറങ്ങുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം. ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശാരിക്കാണെങ്കിൽ ആകെ പേടിയും തോന്നുകയാണ്. മോളെ, എന്തായാലും ഇനി എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്ന ആലോചിച്ചിട്ട് ഒരു എത്തുപിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇങ്ങനെ സംസാരിച്ചപ്പോഴേക്കും അത് പിന്നെ മോളെ, കല്യാണിയും കിരണും ഇങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? അതേതായാലും കൊള്ളാലോ. എനിക്കത് വളരെ ഇഷ്ടമായ കാര്യം തന്നെയാണ്. അവരിങ്ങോട്ട് വരട്ടേന്നേ. അങ്ങനെ കിരണിനെയും കല്യാണിയും കാണിക്കുകയാണ്. ഇപ്പോൾ രണ്ടുപേരും വണ്ടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കല്യാണിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം. അമ്മയെ കണ്ടിട്ടാണ് വരുന്നത്. നമ്മുടെ രൂപ ICUലാണല്ലോ. അപ്പോൾ അമ്മയുടെ ആ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കല്യാണിക്ക് സഹിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ കിരൺ പറയുകയാണ്, നീ കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കുക, അതായിരിക്കും നല്ലത്. അമ്മ ഈ ICUയിൽ കിടക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ
അവിടെ ആരും ഇല്ലല്ലോ, വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം നീ ചെയ്തു കൊടുക്കണം. പിന്നെ കല്ലുമോനെ ഞാൻ വേണമെങ്കിൽ അവിടെ കൊണ്ടു നിർത്താം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഇടയ്ക്കിടയ്ക്ക് ഞാൻ കല്ലുമോനെ കൊണ്ടുവന്ന് കാണിച്ചോളാം. ഏതായാലും അവിടെ തന്നെ നിൽക്കണമെന്ന് പറയുകയാണ്. കിരണേട്ടാ, ഇത് എന്തൊരു അവസ്ഥയാണ് കിരണേട്ടാ, ഇപ്പോൾ ദേ അമ്മയുടെ കാര്യവും ഒന്ന് നോക്കിക്കണ്ടേ. പിന്നെ അല്ലാതെ സ്വന്തം അച്ഛൻ മകനെ കൊന്നെന്ന് കഴിഞ്ഞപ്പോഴേക്കേ അമ്മക്കത് താങ്ങാൻ പോലും പറ്റിയില്ല. വേറെ ഏതൊക്കെയോ മരണങ്ങളൊന്നും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഇത് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ലോ ബി ആയതാ. അതാണല്ലോ ഐസിയിൽ കയറ്റേണ്ട ഒരു അവസ്ഥ വന്നത് എന്നൊക്കെ ഇങ്ങനെ കിരൺ പറയുകയാണ്. കല്യാണി, നീ ഇതേതായാലും അവിടെ തന്നെ നിന്നോ, സരയും ബാക്കി ഷാരി ആൻറ്റിയും ഒക്കെ അവിടെ ഉണ്ടല്ലോ, അപ്പോൾ നിനക്കൊരു കൂട്ടുമായി. ഇനിയിപ്പോൾ ഏതായാലും കുറച്ച് ദിവസം ഇവിടെ നിന്നാൽ മതി. അമ്മയെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പോയി കാണേണ്ടൊക്കെ വരുമെന്നൊക്കെ പറയുകയാണ്. കിരണേട്ടാ, എങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ ഞാൻ നിന്നാലെന്ന് ചോദിച്ചപ്പോഴേക്ക് വേണ്ട, നിനക്ക് ഏതെങ്കിലും സുഖമില്ലാത്തല്ലേ, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് നീ ബുദ്ധിമുട്ടുണ്ടാ, പക്ഷെ വീട്ടിൽ കുറച്ച് ദിവസം ഉണ്ടാവണം എന്നൊക്കെ പറയാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ സരയും അതേപോലെ തന്നെ ഷാരിയും ഉണ്ട്. ഇവർ രണ്ടുപേരും ഭയങ്കര ആകാംക്ഷ. സരയാണെങ്കിൽ ഭയങ്കര സന്തോഷം, കല്യാണി അടുത്ത് കിട്ടിയിരിക്കുകയാണല്ലോ, ഇനി തക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊല്ലാലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് സരയ നിൽക്കുന്നത്. അപ്പോൾ സരയ ചോദിക്കുകയാണ്, കിരണേ എന്തായി കിരണേ കാര്യങ്ങളെല്ലാം, ദേ ആൻറ്റിക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ അമ്മ ഐസിയിലാണല്ലോ, നമുക്ക് ലോ ബി ആയതാണ്, ഈ ഒരു കാര്യത്തിലൊക്കെ ടെൻഷൻ അടിച്ചടിച്ചാണ് അമ്മയ്ക്ക് ഇങ്ങനെ കാര്യം സംഭവിച്ചത്. ഏതായാലും കല്യാണി ഇനി കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവുമെന്നും പറയുകയാണ്. ഇത് കേട്ടമ്മ സരയുവിൻ്റെ മനസ്സിൽ ലിട്ട് പൊട്ടുകയാണ്. അല്ല എന്നാലുവേ ആ വിക്രം മരിക്കേണ്ടവൻ തന്നെ ആയിരുന്നല്ലോ, വിക്രമിനെ സ്വന്തം അച്ഛൻ കൊല്ലുകയും ചെയ്തു, അച്ഛനാണെങ്കിൽ ജയിലിലേക്ക് പോവുകയും ചെയ്തു. അതല്ല സരയു എനിക്ക് മനസ്സിലാകാത്തത്, പക്ഷെ ഇവൻ്റെ കയ്യിൽ എങ്ങനെ തോക്ക് കിട്ടിയെന്നാണ് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തത്. അവൻ്റെ കയ്യിലൊരു തോക്കുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും സരയു അങ്ങ് ഞെട്ടിപ്പോയി. ഷാരിയും സരയുവിനിങ്ങനെ ഇടങ്ങണ്ണ് വെച്ച് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ കിരണെ, അതിനെക്കുറിച്ചുള്ള അന്വേഷണമൊക്കെ വരില്ലേ? അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തന്വേഷണം? ആ കേസ് അങ്ങോട്ട് പോകും. വിക്രമിനെ കൊന്നതിൽ അവർക്ക് കേസെടുക്കാനായിട്ട് യാതൊരു താല്പര്യമില്ല. അവൻ ഏതായാലും മരിക്കേണ്ടത് മരിച്ചു, പിന്നെ ഈ തോക്കിൻ്റെ പിന്നാലെ നടന്നിട്ട് എന്താ കാര്യം? അവന് തോക്ക് കിട്ടാതിരിക്കേ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ സരയുവിനോട് പറയാം. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരയുവിന് വീണ്ടും ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അങ്ങനെ കേസായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ താൻ കൊടുത്ത തോക്കാണെന്ന് ഈ ജന്മത്തിൽ ആരും അറിയാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ നമ്മുടെ കിരണും കല്യാണിയും കൂടി നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോഴേക്കും സരയു പറയണ, കണ്ടോമേ, അവൾ എൻ്റെ കൺമുന്നിൽ തന്നെ എത്തിയിരിക്കുകയാണ്, അവൾ ഇനി കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാകും. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? അവളെ ഇനി എനിക്ക് കൊല്ലാനുള്ളൊരവസരം ഉണ്ടാക്കി തന്നെ തരും അവൾ. ആ ഒരു അവസരം ഉണ്ടാക്കി തന്നാൽ പിന്നെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ ഓരോന്നായി പോയിടും അമ്മേ. ഇനി അമ്മ കാത്തിരുന്ന് കണ്ടോ എന്താ സംഭവിക്കാൻ പോകുന്നത്. കിരണേ, എൻ്റെ മുന്നിലാ അവളെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം പിന്നെ കല്യാണി എനിക്കങ്ങനെ വെറുതെ വിടാനായിട്ട് പറ്റുമോ? ദൈവമായിട്ട് തന്നെയാണ് അവളെ എൻ്റെ കൺമുന്നിൽ എത്തിച്ചത് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ സരയുവിന് ചായയൊക്കെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും, മോളെ ഇതൊക്കെ കൈവിട്ട കളിയാണ്ടോ മോളെ, ഇതൊക്കെ വേണോ? അമ്മ എൻ്റെ കൂടെ നിന്നാൽ മതി, വേറൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. എനിക്ക് അവളെ കൊല്ലണം. അവള് ഇങ്ങനെ ജീവനോടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരാഗ്രഹവും സഫലമാകാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് കല്യാണി തീരണമെന്ന് ഒറ്റ വാക്കി നിൽക്കുകയാണ് നമ്മുടെ സരയു. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ യു അഗൈൻ. ബൈ ബൈ.